ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഞങ്ങളുടെ ഒരു ഹോം ടൂറാണ്. ഇത് നമ്മുടെ ഗേറ്റ് ഫസ്റ്റ് എൻട്രി ആണ്. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ തന്നെ ഊഞ്ഞാല, കൊച്ചിൻ്റെ സൈക്കിള് ഇതെല്ലാം വെച്ചിട്ടുണ്ട്. ഇത് സിറ്റ് ഔട്ടാണ്. പിന്നെ ഇത് മെയിൻ ഡോറാണ്. അപ്പോൾ നമ്മളിപ്പോൾ പുറത്ത് തന്നെ ആയിട്ടുള്ള ഹാങ്ങിങ് ആയിട്ട് മണി പ്ലാന്റ് അങ്ങനെ കുറച്ച് ചെടികളൊക്കെ നട്ടിട്ടുണ്ട്. ടർട്ടിൽ വൈൻ, പിന്നെ റോസ് ചെടി, പിന്നെ ചെത്തി, ജമന്തി എന്നിങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ നമ്മൾ നട്ടിട്ടുണ്ട്. ഇതാണ് വീടിൻ്റെ ഫ്രണ്ടേജ്. ഇതിപ്പോൾ നമ്മൾ അകത്തേക്ക് കയറുന്ന ഒരു ഇതാണ് കാണിക്കാൻ പോകുന്നത്. അകത്ത് നമ്മുടെ ഫസ്റ്റ് കോർണറിൽ തന്നെ ടി വി വെച്ചിട്ടുണ്ട്, പിന്നെ DVD പ്ലെയർ, പിന്നെ നമ്മൾ ഷോക്കേഴ്സാണ് കാണിക്കാൻ പോകുന്നത്. ഷോക്കേഴ്സിനകത്ത് നമ്മൾ ആഭരണപ്പെട്ടി അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ട്. ഫ്ലവർ വേസ്, അങ്ങനെ ചെറിയ ചെറിയ രീതിയിലായിട്ടുള്ള ഫ്രെയിംസ്, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വിളക്ക് കൊളുത്താനായിട്ടുള്ള അതിൻ്റെ തൊട്ട് മുകളിൽ തന്നെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ ബെഡ്റൂം ഉള്ളത്. ഇത് റൈറ്റ് സൈഡിൽ അവിടെയുണ്ട് ഒരു ബെഡ്റൂം. അപ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ള ബെഡ്റൂം നമ്മളൊന്ന് കാണിക്കാം. ഇതാണ് ലെഫ്റ്റ് സൈഡിലായിട്ടുള്ള ബെഡ്റൂമിൻ്റെ. നമ്മളിപ്പോൾ ഇത്രയും സാധനങ്ങളാണ് വെച്ചിരിക്കുന്നത്. കൊച്ചിൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ സ്ട്രെയിറ്റ് പോകുമ്പോൾ തന്നെ നമുക്ക് ഡൈനിങ് ഏരിയ ആണ് റൈറ്റ് സൈഡിൽ കാണുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് റൈറ്റ് സൈഡിൽ തന്നെ നമ്മുടെ ഒരു ബെഡ്റൂം കൂടെ ഉണ്ട്. സെക്കൻഡ് ബെഡ്റൂമാണ്. താഴെ 2 ബെഡ്റൂമാണ് ടോട്ടലുള്ളത്. ഇത് നമ്മൾ ആദ്യം കിടന്നിരുന്നത് ഫസ്റ്റ് കാണിച്ചിട്ടുള്ള ആ ബെഡ്റൂമിലായിരുന്നു. പിന്നീടാണ് നമ്മൾ മുകളിലെടുത്തത്. ഇതിപ്പോൾ ഇത് ലെഫ്റ്റ്, ഇപ്പോൾ നമ്മുടെ ഡൈനിങ് ഏരിയയുടെ ലെഫ്റ്റ് സൈഡിൽ തന്നെയായിട്ട് വാഷ് ബേസിനും കൂടി വെച്ചിട്ടുണ്ട്. പിന്നെ ഹാൻഡ് വാഷ് അതൊക്കെ വെക്കാനായിട്ട് കബോർഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ മിറർ, പിന്നെ ഈ കബേർഡിൻ്റെ ഉള്ളിലാണെങ്കിൽ ഇൻവെർട്ടർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അടുക്കളയിലാണെങ്കിൽ ചിരവ അങ്ങനത്തെ ഐറ്റംസൊക്കെ വെച്ചിരിക്കുന്നതാണ് അവിടെ കബേർഡിൽ കാണുന്നത്. പിന്നെ ഫ്രിഡ്ജ് എല്ലാം കബേർഡ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. മൊത്തം ക്ലോസ്ഡ് ആയിട്ടുള്ള രീതിയിൽ, പാത്രങ്ങളൊന്നും കാണാത്ത രീതിയിൽ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. താഴെ അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ പൊടികളൊക്കെ നമുക്ക് എളുപ്പത്തിന് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സെൻറ്ററിലൊരു ഇത് ചെയ്തിരിക്കുന്നത്. പിന്നെ ഗ്യാസ് സ്റ്റൗ, പിന്നെ നമ്മൾ മുകളിലേക്ക് കയറുന്ന ഒരു ഇതാണ്. അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ് കൊച്ചിൻ്റെ ഒരു പിക്ക് വെച്ചിട്ടുണ്ട്.
പിന്നെ ലൈറ്റ് LED അത് ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ഹാളിൽ തന്നെ ഉള്ളതാണ് ഈ ഒരു ബാത്റൂം. കോമൺ ബാത്റൂമാണ്. ഇതാകുമ്പോൾ നമുക്കിപ്പോൾ പുറമേ നിന്ന് ഗസ്റ്റൊക്കെ വരുമ്പോഴത്തേക്കും നമുക്കത് ഇപ്പോൾ അത്യാവശ്യം യൂസ് ചെയ്യാനായിട്ടൊക്കെ നമുക്ക് കോമൺ ആയിട്ട് വെച്ചിരിക്കുകയാണ്. പിന്നെ അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ തന്നെ നമ്മുടെ ഞങ്ങൾ കിടക്കുന്ന ബെഡ്റൂമാണ്. ഇപ്പോൾ പുതിയതെടുത്തതിന് ശേഷം നമ്മൾ ഇപ്പോൾ 3 വർഷമായിട്ടുണ്ടാവും ഇപ്പോൾ എടുത്തിട്ട്. AC, പിന്നെ ടെഡി ബെയർ, കൊച്ചിൻ്റെ, പിന്നെ അലമാര, ഇതൊക്കെയാണ് മെയിനായിട്ടുള്ളത്. പിന്നെ ബാത്റൂമിലാണെങ്കിൽ ഇത് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെ എടുത്തതാണ്. പിന്നെ ബാത്റൂമിൻ്റെ ഉള്ളിൽ തന്നെ ഒരു മിറർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്രയൊക്കെ ഉള്ളൂ, വലിയ കാര്യമായിട്ട് പറയാനായിട്ടൊന്നുമില്ല. പിന്നെ നമ്മളൊരു ലവ് ചിഹ്നത്തിൻ്റെ ഒരു ക്ലോക്ക് അതിൻ്റെ ഇതിൽ നമ്മുടെ ഫോട്ടോസൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ആ ബെഡ്റൂമിൽ തന്നെയുള്ള അലമാരയാണിത്. പിന്നെ കബോർഡ് വർക്കാണ്. അതിപ്പോൾ നമ്മൾ ഇതാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് മുകളിലുള്ളതിൽ. ഇപ്പോൾ നമുക്ക് L ഷേപ്പിൽ തന്നെ നമുക്കൊരു 2 സെക്ഷനായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ സോഫ സെറ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ തന്നെ കൊച്ചിൻ്റെ സൈക്കിള്, പിന്നെ കുറച്ച് പിക്സ്, കൊച്ചിൻ്റെ കുറേ ഫോട്ടോസുള്ള നമ്മുടെ സേവ് ദ ഡേറ്റിൻ്റെ, കൊച്ചിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേയുടെ അതിൻ്റെയൊക്കെ ഫോട്ടോസാണ്. പിന്നെ വലിയൊരു ടെഡി ബിയർ ഉണ്ട്. പിന്നെ ഇതൊക്കെ നമുക്ക് വെഡ്ഡിങ് ആനിവേഴ്സറിക്കൊക്കെ നമുക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് ഓരോരുത്തർ, കപ്പിൾസിൻ്റെ. പിന്നെ അതിനകത്ത് LED ചെറിയൊരു ഗ്രീൻ ലൈറ്റും കൂടി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. രാത്രിയാകുമ്പോൾ നല്ല രസമാണ് കാണാനായിട്ട്, ലൈറ്റ് ഫുൾ. പിന്നെ നമ്മുടെ റിസപ്ഷൻ്റെയും പിന്നെ കല്യാണത്തിൻ്റെയും ഫോട്ടോയാണിത്. പിന്നെ ടെഡി ബിയർ, പിന്നെ അവിടെ നിന്ന് തന്നെ റൈറ്റ് സൈഡിൽ തന്നെ ഒരു ബെഡ്റൂമും കൂടിയുണ്ട്. ഇതിനകത്ത് കബേർഡിൽ തന്നെ നമ്മൾ ഒരു മിററും കൂടി സെറ്റ് ചെയ്ത് വെച്ചാണ്. അലമാര വേണ്ട എന്നുള്ളൊരു ഇതിൽ നമ്മൾ ആ കബേർഡിൽ തന്നെ ചെയ്ത് വെച്ചതാണ്. പിന്നെ പറയാനുള്ളത് ബാൽക്കണിയാണ്. ബാൽക്കണിയിലാണെങ്കിൽ LED നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് മുകളിൽ. പിന്നെ ഊഞ്ഞാലുണ്ട്. അത് വലിയവർക്കും ചെറിയവർക്ക് ആർക്ക് വേണമെങ്കിലും ആടാൻ പറ്റുന്ന രീതിയിലുള്ള ഇതാണ്. പിന്നെ ഇത് പുറത്തുള്ള കാഴ്ചകളാണ്. പിന്നെ ഇത് അടുക്കളയുടെ ബാക്ക് സൈഡാണ്. നമ്മളിവിടെ വേപ്പില അങ്ങനെ കുറച്ച് കൃഷികളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് സീതപ്പഴത്തിൻ്റെ ചെടിയാണ് ഇവിടെ സൈഡിലുണ്ട്. പിന്നെ ചെമ്പരത്തി, വേപ്പില, അങ്ങനെ അത്യാവശ്യം വേണ്ടുന്ന, പിന്നെ പച്ചമുളക്,
പിന്നെ അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ചെറിയ സ്പേസിൽ തന്നെ. പിന്നെ നമുക്ക് അലക്ക് കല്ല്, പിന്നെ പുറത്ത് തന്നെ നമ്മൾ ഇപ്പോൾ വാഷിംഗ് മെഷീൻ വെച്ചിട്ടുണ്ട്. പിന്നെ കോമൺ ബാത്റൂം അത് പുറത്ത് വെച്ചിട്ടുണ്ട്, നമുക്ക് അത്യാവശ്യം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് ടോപ്പിലേക്കുള്ള ഇതാണ്. എന്നത് നമ്മൾ അത്യാവശ്യം കൃഷികളൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ കുരുമുളക്, പാവയ്ക്ക, വെണ്ടയ്ക്ക, തക്കാളി എന്നിങ്ങനെ കുറച്ച് കൃഷികൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് വീട്ടിലേക്ക് അത്യാവശ്യത്തിന് എടുക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ചീര, കുരുമുളകായിരിക്കുന്നത് ശരിക്കുള്ള കുരുമുളക് ആയിട്ടുള്ള ഒരു ഇത് കാണിച്ചു തരാം. കറക്റ്റായിട്ട് വലിയ ഇതായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് അത്രയും ഇതിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കുരുമുളക്. വെണ്ടയ്ക്ക ഉണ്ടായിട്ടുണ്ട്. വഴുതനങ്ങയൊക്കെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കുറേ കിട്ടുമായിരുന്നു താഴെ ചെയ്തപ്പോൾ. പക്ഷെ ഇപ്പോൾ അങ്ങനെ കുറവാണ്. പിന്നെ വെണ്ടയ്ക്ക നമുക്ക് അത്യാവശ്യം ഇതിന്ന് എടുക്കാൻ പറ്റുന്ന രീതിയിലുണ്ട്. ഇതിപ്പോൾ വിത്തിനായിട്ട് ഒരെണ്ണം വെച്ചതാണ്. വെണ്ടയ്ക്ക അത്യാവശ്യം കിട്ടുന്നുണ്ട്. ചീര, അതിൻ്റെ ഇടയിൽ തന്നെ ഒരു മാവും തൈ ഉണ്ട്. അത് നമ്മൾ ചെറിയ ഇതിൽ തന്നെ ആവുമെന്നും പറഞ്ഞ് വാങ്ങിച്ചതാണ്. പിന്നെ പ്ലാവ്, ചെറിയ തന്നെ ചക്കയാവുമെന്നും പറഞ്ഞിട്ട് വാങ്ങിച്ചതാണ്. ഇതുവരെ ആയിട്ടില്ല. ആവുന്നതാണെങ്കിൽ ഒരു വീഡിയോ ഞാനത് ചെയ്യുന്നതാണ്. പിന്നെ നാരങ്ങ, അതിൻ്റെ ഇതുണ്ട്. ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.